പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് മെയ് മാസം മുതൽ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. 3000 രൂപ ക്ഷേമ പെൻഷൻ അത് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം. വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കണം. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ കഴിഞ്ഞ തവണ നമുക്ക് കൈകളിലേക്ക് കിട്ടിയത് 4000 രൂപയാണ്. 2000 രൂപ വീതമുള്ള 2 ഗഡുക്കൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും തുക വിതരണം നടക്കുകയുമാണ്. മാത്രവുമല്ല, നമുക്കറിയാം, തുക കഴിഞ്ഞ തവണ വർദ്ധിപ്പിച്ച് 1600 രൂപയിൽ നിന്ന്, കഴിഞ്ഞ ഗവൺമെൻറ് 800 രൂപയിൽ നിന്ന് 1600 രൂപയാക്കി ആദ്യഘട്ടത്തിൽ വർദ്ധിപ്പിച്ചു. രണ്ടാമത്തെ ടേമിൽ അത് 400 രൂപ കൂടി വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കുന്ന ഒരു സാഹചര്യമാണ് കൈക്കൊണ്ടത്. അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള നടപടികളായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഈ ഒരു ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് വലിയ ഒരു വിഭാഗം ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒന്നാണ്. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളിൽ അർഹത ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. നമുക്കറിയാം, അവർക്കെതിരെ നടപടികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത ഈ ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതോടുകൂടി തന്നെ വലിയ കർശനമായിട്ടുള്ള പരിശോധനകളും നടപടികളും അതുപോലെ തന്നെ പുറത്താക്കൽ നടപടികളും ഒക്കെ കർശനമായിട്ടുണ്ടാകും. അത് രണ്ട് പാർട്ടിയിൽ ഇപ്പോൾ ഭരിക്കുന്ന ആളുകൾ വീണ്ടും വന്നാലും, അതുപോലെ മറ്റുള്ള പാർട്ടി അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി അധികാരത്തിൽ വന്നാലും, അല്ലെങ്കിൽ ഒരു മൂന്നാം മുന്നണി അധികാരത്തിൽ വന്നാൽ പോലും ഈ രീതിയിൽ തന്നെയുള്ള നടപടിക്രമങ്ങളുണ്ടാവും. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക അവസ്ഥ ആ ഒരു രീതിയിലാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം. സാധാരണ രീതിയിൽ ക്ഷേമ പെൻഷൻ കടം വാങ്ങിച്ചാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഓരോ മലയാളിക്കും നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബാധ്യതയുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏകദേശം 6 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്തുതന്നെയായാലും സേവന അല്ലെങ്കിൽ ക്ഷേമ ആനുകൂല്യങ്ങൾ തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ്. എന്തു തന്നെ ആയാലും മെയ് മാസം മുതൽ ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും 3000 രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ എത്തുകയാണ്. വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പ് തന്നെയാണിത്. നമുക്കറിയാം, 3000 രൂപ എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് 1000 രൂപയുടെ വർധനവ് ഉണ്ടാകാനുള്ള സാഹചര്യം വളരെ കുറവാണ്. 2 അതിലധികമോ തവണകളായിട്ട് തുക വർദ്ധിപ്പിക്കാൻ ഉള്ള നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്ഷേമ പെൻഷൻ 3000 രൂപയിലേക്ക് എത്തിച്ചിരിക്കും. അത് അടുത്ത ടേമിൽ തുടങ്ങുമ്പോൾ തന്നെ അത് ആരായാലും, ഇപ്പോൾ ഭരിക്കുന്നതോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്നതോ ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ആര് അധികാരത്തിൽ വന്നാലും ഈ ഒരു തുക എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം. അത് അടുത്ത മാസം, നമുക്ക് മെയ് മാസത്തോടു കൂടി തന്നെ ഇതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും. ഏതൊരു പാർട്ടി അധികാരത്തിൽ വന്നാലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്തതിന് ശേഷം അത് മുടക്കിക്കളയുക എന്നുള്ളതല്ലായിരിക്കണം. തീർച്ചയായിട്ടും പറഞ്ഞിരിക്കുന്ന തുക കറക്റ്റായിട്ട് തുടർച്ചയായിട്ട് കൊടുക്കാൻ അധികാരികൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. 600 രൂപ വരെ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് പോലും വലിയ കുടിശ്ശിക ഉണ്ടായിരുന്ന ഒരു സമയമുണ്ട്. അതിൽ നിന്നിപ്പോൾ എല്ലാം അതാത് മാസങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അത് അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രശ്നം തന്നെയാണ്. മറ്റു പല കാര്യങ്ങൾക്കും പണം ഉണ്ടാവുകയും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാതിരിക്കുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ ഈ ഒരു പുതിയ സർക്കാരാണോ അല്ലെങ്കിൽ പഴയ സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വന്നാലും ക്ഷേമ പെൻഷൻ 3000 രൂപ ആകും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. മെയ് മാസം വരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതിയാകും.